ജില്ലയിൽ ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിൽ എത്തുന്ന പശ്ചാത്തലത്തിൽ ആണ് ഹർത്താൽ. തൊടുപുഴയിൽ കറുത്ത ബാനർ ഉയർത്തി SFI പ്രതിഷേധം. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? കരിങ്കൊടി കാണിക്കൽ പോലെയുള്ള പ്രതിഷേധ സമരങ്ങൾ ഏത് തരത്തിലാണ് നടക്കാനുള്ള ഒരു സാധ്യതയുള്ളത്? സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ശക്തമാണോ? മോർണിംഗ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇടുക്കിയും പ്രത്യേകിച്ചും തൊടുപുഴ പരിസരവും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 11:30 മണിക്കാണ് ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഇതേ തുടർന്ന് കരിങ്കൊടി പ്രതിഷേധമടക്കം ഉണ്ടാകുമെന്ന് നേരത്തെ SFI പ്രഖ്യാപിച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ തൊടുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് LDFന്റെ മാർച്ച് ഉണ്ടാകും. അതേ തുടർന്നൊക്കെ തന്നെ വലിയ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കം കൂടുതൽ പോലീസിനെ തൊടുപുഴയിൽ വിന്യസിച്ചിരിക്കുകയാണിപ്പോൾ. അതോടൊപ്പം കഴിഞ്ഞ ദിവസം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തകർ ഉൾപ്പെടെ തൊടുപുഴയിൽ എത്തിയിരുന്നു. അവരുൾപ്പെടെ ഈ പരിപാടിയിൽ വലിയ തോതിൽ തന്നെ പങ്കെടുക്കും എന്നതാണ് വ്യക്തമാകുന്നത്. ഏകദേശം 1000-ഓളം പ്രവർത്തകർ അല്ലെങ്കിൽ 1000-ഓളം പേർ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഭൂപതിവ് നിയമ ഭേദഗതി അതിൻ്റെ ഒരു ബില്ലിൽ ഗവർണർ ഒപ്പിടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ സമരം LDF പ്രഖ്യാപിച്ചിരുന്നു. അത് രാജ്ഭവനിലേക്കായിരുന്നു ആ സമരം നിശ്ചയിച്ചിരുന്നത്. അതേ ദിവസം തന്നെ ഗവർണർ ഇവിടെ എത്തുന്നത് ഒരു വെല്ലുവിളി എന്ന നിലയിലാണ് LDFും CPMും കാണുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രതിഷേധം നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗവർണറെ ക്ഷണിച്ചിരുന്നു. അത് ഡിസംബറിൽ പരിപാടി നടത്താനാണ് നിശ്ചയിച്ചത് എന്നതാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഗവർണർ ആ ഘട്ടത്തിൽ ഡേറ്റ് നൽകിയിരുന്നില്ല. പിന്നീടാണ് ഈ 9-ാം തീയതിയിലേക്ക് ഡേറ്റ് നൽകിയതെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഗവർണറുടെ നീക്കം അത് ഒരു അതായത് തിരുവനന്തപുരത്ത് ഒരു സമരം നടത്തുമ്പോൾ ഗവർണർ ഇടുക്കിയിലെ വിഷയത്തിൽ തിരുവനന്തപുരത്ത് ഒരു സമരം നടത്തുമ്പോൾ ഗവർണർ ഇടുക്കിയിൽ എത്തി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നതാണ് CPM അതിനെ കാണുന്നത്. അതുകൊണ്ട് ആ ഒരു വെല്ലുവിളി എന്ന സ്വഭാവം ഉണ്ട് എന്നതാണ് CPM പറയുന്നത്. അതുകൊണ്ടാണ് ഹർത്താൽ ആചരിക്കുന്നത്. ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ബസ്സുകളും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഓടുന്നില്ല. പക്ഷേ ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ഓടുന്നുമുണ്ട്. എന്തായാലും ഒരു ഗവർണർ എത്തുന്നത് 11:30 മണിക്കാണ്. ജില്ലാ അതിർത്തി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ പോലീസ് സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോലീസ് സംവിധാനം അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ SFI പ്രവർത്തകർ അടക്കം പലയിടങ്ങളിലും തമ്പടിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടുക്കി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നതാണ് പോലീസിന്റെ ഒരു റിപ്പോർട്ടായി ഉള്ളത്. അതുകൊണ്ട് അത്തരം ക്രമീകരണങ്ങൾ പോലീസും ഏർപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. ശരി രാഗിൻ.